ഓക്കെ, അപ്പോൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. സോ ഇതാണ് ഇവിടെ ആക്കട്ടെ. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മോളിക്യൂൾസിൻ്റെ ഈ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാനുണ്ട്. ഒന്നാണ് ഹോമോ അറ്റോമിക്, അതായത് ഹോമോ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ അതായത് നമ്മൾ സെയിം ആയിട്ടുള്ള ആറ്റംസ് വരുമ്പോൾ ഹോമോ അറ്റോമിക് ഉണ്ട്, ഹെറ്ററോ അറ്റോമിക് ഉണ്ട്. ഈ ഹെറ്ററോ അറ്റോമിക്കാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഹെറ്ററോ അറ്റോമിക്കിൻ്റെ കേസിൽ 5 മോളിക്യൂൾസ് ഉണ്ട്: NO, CO, HF, HCl, പിന്നെ LiF. ഓക്കെ, ഇതിൽ കുറച്ച് ഈ 3 പ്രത്യേകിച്ചിട്ട് കുറച്ച് അധികം കൺഫ്യൂഷൻ വരുന്നുണ്ട്. നമുക്ക് ഈ 5 മോളിക്യൂൾസിനെ പറ്റിയിട്ട് നമുക്കൊരു ചർച്ച ചെയ്താലും കാണേണ്ടതുണ്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിപ്പോൾ ഏതാ 14 ഇലക്ട്രോൺസ് ആണെങ്കിൽ N2. അപ്പോൾ ഇവിടെ 14 ഇലക്ട്രോൺസ്, പിന്നെ അതിൻ്റെ കോൺഫിഗറേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് മോളിക്കുലർ ഓർബിറ്റലിൻ്റെ കോൺഫിഗറേഷൻ എഴുതുക. പിന്നെ അതിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ½ ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽസ് മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ്. അപ്പോൾ ½ ഇൻറ്റു 10⁻⁴. അപ്പോൾ 3 എന്ന് വരും. ദാറ്റ് മീൻസ് N ട്രിപ്പിൾ ബോണ്ട് N ആയിരിക്കും. പിന്നെ അതേപോലെ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് ആണ്. ഇതിൻ്റെ ഒരു എനർജി ഫ്ലോ ഡയഗ്രാം ഇങ്ങനെയാണ് കുറച്ച് ചെറുതായിട്ട് വരുന്നത്. അതേപോലെ O2ൻ്റെത് അതിൻ്റെ കോൺഫിഗറേഷൻ ബോണ്ട് ഓർഡർ 2 ആണ്. ഓക്സിജൻ ഡബിൾ ബോണ്ടിൽ വെക്കുക. പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലോണ്ട് ഇവിടെ 1 എന്നല്ലേ, അപ്പോൾ അത് പാരാമാഗ്നറ്റിക് ആണ്. ഇനി അടുത്തത് ഓക്കെ, ഇതൊക്കെ എന്തായിരുന്നു ഒരേ ആറ്റംസ് വരുന്ന കേസിൽ. ആറ്റം പക്ഷേ മാറിക്കഴിഞ്ഞാലൊരു പ്രശ്നമുണ്ടല്ലോ. ഇത് 2 സെയിം ആറ്റംസ് ആയിരുന്നു. ആറ്റം മാറുമ്പോൾ വലിയ പ്രശ്നം ആറ്റം മാറുന്ന സമയത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വരും. അപ്പോൾ ആ കളിയിൽ ഇപ്പോൾ NO എന്ന് പറയുന്നത്. അപ്പോൾ വി നോ വെൻ വി ഗോ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഫ്ലൂറിനാണ് ഏറ്റവും ഹൈ ഉള്ളത്. അതിൻ്റെ മുൻപ് അത് 16th ഫാമിലി ഓക്സിജൻ ഫാമിലി, പിന്നെ 15th നൈട്രജൻ ഫാമിലി, കാർബൺ ഫാമിലി, ബോറോൺ ഫാമിലി. അപ്പോൾ ബോറോൺ ലെസ് ദാൻ കാർബൺ ലെസ് ദാൻ നൈട്രജൻ ലെസ് ദാൻ ഓക്സിജൻ ലെസ് ദാൻ ഇതേതായാലും 15th 16th 17th ഹാലജൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ കേസ് വരുന്നത്. പിന്നെ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആൾ അപ്പോൾ ആ കേസിൽ ഹൈഡ്രജൻ ആയിരിക്കും. നമ്മളിപ്പോൾ നോക്കുന്നത് NOലാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് N ഈസ് ലെസ് ദാൻ O. ഏതിൻ്റെ കേസിൽ? ഇലക്ട്രോ നെഗറ്റിവിറ്റിൻ്റെ കേസിൽ. ഓക്സിജന് നൈട്രജനെക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി ജാസ്തിയാണ്. അപ്പോൾ ഓർമ്മിക്കേണ്ട റൂള്, ആർക്കാണോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അവർക്ക് എനർജി കുറവായിരിക്കും. അപ്പോൾ അപ്പോൾ ഇയാൾക്ക് ആക്ച്വലി ഇയാളാണ് ആക്ച്വലി ഇവിടുത്തെ കിങ് എന്ന് പറയുന്നത്. ഇയാൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞായതുകൊണ്ട് ഇയാളുടെ സ്ഥാനം കുറച്ചും കൂടി മുകളിലു. നമ്മൾ ഈ വരക്കുന്ന സമയത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആൾ കുറച്ചും കൂടി ഇവിടെ ഇപ്പോൾ ഇതൊക്കെ സെയിം ലെവലല്ലേ വരച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ആയാലും ഓക്കെ, ഇവിടെ വേറെ ഫിഗർ ഇല്ല അല്ലേ. ഓക്കെ, പക്ഷേ ഇവിടെ ഇവിടെ ഒരേ ലെവലല്ല വരക്കുന്നത്. ഇതിന് ഏതിനാണോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അത് കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടാണ് വരക്കുക. അത് വെറുതെ അങ്ങനെ കോയിൻസിഡൻസ് ആയിട്ട് വന്നു പോയതല്ല. വി സി ദിസ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് ടു ദിസ് ലെവൽ. കുറച്ച് എനർജി ലെവൽ കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇതിൻ്റെ എനർജി ലെവൽ കുറച്ച് കുറവായിരിക്കും. ഈ 2s കേസിലും ഈ നൈട്രജൻ്റെത് കുറച്ച് ഹൈ ആയിട്ടും ഹൈ ലെവലിലും ഇത് കുറച്ച് ലോ ലെവലിലാണ് നിൽക്കുന്നുണ്ട് ഓക്സിജൻ്റെത്. കാരണം അത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസിൽ. ആർക്കാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അയാളെ കുറച്ച് താഴ്ന്നിട്ട് മറ്റേയാളെ ബഹുമാനിക്കണം എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 1s ഇവിടെയും കുറച്ച് താണിട്ടാണ് നിൽക്കുന്നത്. ഓക്സിജനൊക്കെ കുറച്ച് ലെവൽ കുറഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാനിതൊരു കാര്യം ചെയ്ത് നൈട്രജൻ്റെ നമ്പർ ഓഫ് ആറ്റോമിക് നമ്പർ 7 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p3. അതേപോലെ ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. 1s2 2s2 2p4. ഇവിടെ ഇപ്പം തന്നെ ഡിഫറൻസ് കാണുന്നുണ്ട്. ഇവിടെ 2p3 ഇവിടെ 2p4 ആണ്. അപ്പോൾ നമുക്കതിൽ നോക്കി നോക്കാം. ഇവിടെ 1s2 എന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 1s2 എഴുതി, അതേപോലെ ഇവിടെയും 1s2 എഴുതി. എന്നിട്ട് ഇതിൻ്റെ 1s2 നൈട്രജൻ്റെ 2 ഇലക്ട്രോൺസ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് ഓക്സിജൻ്റെ 2 ഇലക്ട്രോൺസ് ഇതിലേക്ക് ഫില്ല് ചെയ്ത്. ഇനി നമുക്കറിയാം കുറച്ച് എനർജി കൂടിയ ഒരു ഓർബിറ്റൽ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് എനർജി കൂടിയ ഓർബിറ്റലാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ σ*1s. അതിലേക്ക് 2 ഇലക്ട്രോൺസ് പോകും. ഇതിപ്പോൾ ടോട്ടൽ 2 2 4 ആയില്ലേ. അതിൽ 2 എണ്ണം എനർജി കൂടിയ സ്റ്റേറ്റിലേക്ക് പോകും, 2 എണ്ണം എനർജി കുറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ദാറ്റ് ഈസ് σ1s2. ഇതും σ*1s2. അതേപോലത്തെ ഇവിടെ നോക്കുക 2s2. അപ്പോൾ ഇതിൻ്റെ നൈട്രജൻ്റെ 2s2 2 ഇലക്ട്രോൺസ്, ഓക്സിജൻ്റെ 2s2 2 ഇലക്ട്രോൺസ്. ഇനി ഇത് കുറച്ച് മുകളിലേക്ക് പോയിട്ടൊരു ഇതിൽ ടോട്ടൽ 4 എണ്ണത്തിൽ 2 എണ്ണം കുറച്ചും കൂടി ഹൈ സ്റ്റേറ്റ് ആയിട്ടുള്ള ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലേക്ക് ആ പെട്ടിയിലേക്ക് കയറിപ്പോയി. ഇയാൾ കുറച്ച് കുറച്ച് എനർജി കുറഞ്ഞ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലേക്ക് 2 എണ്ണം പോയി. അങ്ങനെ അപ്പോൾ ഈ വരക്കുന്ന സമയത്ത് കറക്റ്റ് ആലോചിക്കോ, ഇത് മുകളിലും ഇത് താഴെയായിട്ട് വരക്കേണ്ടതാണ്. ഏത്
ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആൾ മുകളിലും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആൾ താഴെയായിട്ടാണ് വരേണ്ടത്. ഇതാണ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. ഇനി നമ്മൾ എടുത്ത കേസ് എടുക്കുകയാണ്. ഇനി ഇവിടെ 2Pൻ്റെ കേസ് എടുക്കുക. 2P ഇവിടെ 3, 2P പക്ഷേ ഇവിടെ എന്താ 2P4 ഉണ്ട്. അപ്പോൾ 3 ഇലക്ട്രോൺസ് 1 2 3 ഫില്ലായി. ഇവിടെ എന്തുണ്ട് 1 2 3 കഴിഞ്ഞിട്ട് ഒന്നും കൂടിയുണ്ട്. കാരണം നമ്മളെ എന്താണ് മറ്റേ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട്. ഏതായിരുന്നു ഹൺസ് റൂളാണെന്ന് തോന്നുന്നു അല്ലേ? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അല്ലേ? അങ്ങനെ അതായത് ഹൺസ് റൂളാണോ അല്ലെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഹൺസ് റൂൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. അല്ല, ഹൺസ് റൂൾ അല്ല, ഓഫ് ബോ പ്രിൻസിപ്പിൾ അല്ല. കാരണം എന്താണ് എല്ലാത്തിലും ഒരു ഇലക്ട്രോണെങ്കിലും വീതം ഫില്ലായിട്ട് അടുത്തയിലേക്ക് പെയറിങ് നടക്കാൻ പാടില്ല എന്നുള്ള റൂൾ ഉണ്ടല്ലോ, ഓഫ് ബോ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഓഫ് ബോ ആണ് ഹൺസ് റൂൾ തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതൊക്കെ കിട്ടേക്ക്. അപ്പോൾ എന്താ ഇനി നമ്മൾ ഇതിൽ ടോട്ടൽ ഇപ്പോൾ ഇത് 7 8 കൂടി 15 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് വരക്കുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട കോൺഫിഗറേഷൻ ഏതാ? ഈ ഒരു 14 വരെയുള്ള കോൺഫിഗറേഷൻ ഇപ്പോൾ റെഡി ആവില്ല. നമുക്ക് എന്താണ് 14 മുകളിലുള്ള കോൺഫിഗറേഷൻ വേണം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. ഇവിടെയാണ് ചെറിയ ഡിഫറൻസ് വരുന്നത്. മറ്റേടക്ക് ഇവിടെ നേരെ പൈ 2px ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന ആ സിഗ്മ 2pz നേരെ ബാക്കോട്ടേക്ക് വന്ന് സിഗ്മ 2pz ഇടുക. അതിനുശേഷം പൈ 2px പൈ 2py, പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2pz. ഇതും കഴിഞ്ഞിട്ടാണ് പൈ സ്റ്റാർ 2p അല്ല, ഇത് 2py ആണ്. ഇത് സിഗ്മ സ്റ്റാർ 2pz വരുന്നത്. ഓക്കെ, ഇതിൽ ആക്ച്വലി 0 ഇലക്ട്രോൺസ്, പക്ഷേ എന്നാലും ഞാൻ വെറുതെ എഴുതുക. ഇതിൻ്റെ കേസിൽ എങ്ങനെ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2 എന്നിട്ട് പൈ 2px പൈ 2py. ഇത് ഏത് കേസിൽ 14 ഇലക്ട്രോൺസ് വരെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇതേത് കേസിലാണ്? അത് ഞാൻ ബാക്കി പറഞ്ഞിട്ടില്ല. പൈ 2px പൈ 2py ലെസ് ദാൻ സിഗ്മ 2pz ലെസ് ദാൻ പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2pz. അപ്പോൾ എന്താ ഇതേതാ കേസ്? ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 14 ഇലക്ട്രോൺസ് വരുമ്പോഴേ കോൺഫിഗറേഷനാണ് ഇത്. അപ്പോൾ അത് വഴിയാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ഏതായാലും ഇനിയിപ്പോൾ അതൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് മോളിക്കുലർ ഓർബിറ്റൽ ഈ സാധനത്തിൽ ഓർമ്മിച്ചേക്കോ, ഇത് ആവശ്യമുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ ഇപ്പോൾ 3 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇപ്പോൾ 4 ഇലക്ട്രോൺ ഉണ്ട്. 3 4 കൂടി എത്ര? 7. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് 15 ഇലക്ട്രോൺസ് അല്ല, 14 കൂടുതലാണല്ലോ. 15 അല്ല, 15 ഇസ് ഗ്രേറ്റർ ദാൻ 14 ആണല്ലോ. അപ്പോൾ ഇവിടെ 4 പെട്ടി എന്തായാലും വരക്കേണ്ടതുണ്ട്. ഒരു പെട്ടി എന്ന് പറയുന്നത് മറ്റേ സിഗ്മ സ്റ്റാർ 2pz, ഒരു പെട്ടിയിൽ 2 സബ് പെട്ടികളുണ്ടോ, അത് പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py. അടുത്ത പെട്ടിയിൽ 2 സബ് പെട്ടികളുണ്ടോ, അതെന്താണ് പൈ 2px പൈ 2py. പിന്നെ ഒരു പെട്ടി സിഗ്മ 2pz. ഈ 4 പെട്ടി എന്തായാലും മറ്റേ പി ഓർബിറ്റ് വരുന്ന കേസിൽ വരക്കണം. അത് ഏതാണ് മുകളിൽ വരെ ഏതാണ് താഴെ വരുവാന്നില്ല, അതാണ് കേസ്. ഇവിടെ ഇപ്പോൾ 15 ഇലക്ട്രോൺസ് ഇല്ല സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ സിഗ്മ 2pz. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഞാനിവിടെ ഫില്ലിങ് ചെയ്യുവാണ്. എന്ത് ചെയ്ത് ഈ പറഞ്ഞ ടോട്ടൽ എത്ര ഉണ്ട്? 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്താ ഓരോന്ന് ഓഫ് ബോ പ്രിൻസിപ്പിൾ ആദ്യം ഇവിടെ ഫില്ലായി, അതിനുശേഷം ഇവിടെ ഫില്ലായി, അതിനുശേഷം ഇവിടെ ഫില്ലായി, എന്നിട്ടേ മുകളിലേക്ക് പോകാൻ പാടില്ലോ. അപ്പോൾ 7 ഇലക്ട്രോൺസാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ എഴുതിയിട്ട് പോവാം. 1 ഇലക്ട്രോൺ ഫിൽ, 2 ഇലക്ട്രോൺ, അടുത്ത ഇലക്ട്രോൺ ഫില്ലായി, അടുത്ത 3rd 4th 5th, ഇതിൻ്റെ സൈന് ഇതിൻ്റെ മറ്റേ എന്താണ് സ്പിന്ന് മാറ്റമില്ല, ഇത് 6th, അതേപോലെ ലാസ്റ്റ് ഇലക്ട്രോൺ 7th. ഇങ്ങനെയാണ് ആക്ച്വലി ഇതിൻ്റെ ഫിഗർ വരക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇത് ഫില്ലാക്കി എന്നിട്ടാണ് ഇതിലേക്ക് പോകേണ്ടത്. ഇങ്ങനെ മുകളിലോട്ടേക്കാണ് നമ്മൾ കയറി പോകേണ്ടത്. നമ്മൾ എന്താണ് ഇവിടുന്ന് നേരെ ഒറ്റയടിക്ക് ഇങ്ങനെ ചാടി കയറി പോലല്ലോ, ഇവിടുന്ന് സ്റ്റെപ്പ് കയറി എന്നിട്ടല്ലേ അടുത്ത സ്റ്റെപ്പിലെത്തുള്ളൂ. സോ ഈ ഒരു റൂൾ ആലോചിക്കുക. 7 ഇലക്ട്രോൺസ് ഉണ്ട്. 7 ഇലക്ട്രോൺസ് 1 2 3 4 ആക്ച്വലി അങ്ങനെയല്ല കേട്ടോ ഇതേണ്ട 1 1 2 3 4 5 6 7. ദിസ് വിൽ ബി ദ എനർജി ഡയഗ്രാം ഓഫ് NO മോളിക്യൂൾ. അടുത്തത് ഇവിടെയാണ് ഈ ഒരു മോളിക്യൂൾ ഇതിലാണ് പ്രശ്നങ്ങൾ കുറച്ച് കയറി വരുന്നത്. ഞാൻ പറഞ്ഞു തരേണ്ടത് ഏതായാലും. നമുക്ക് CO മോളിക്യൂലിൻ്റെ കേസ് നോക്കാം. CO മോളിക്യൂൾ ഓർബിറ്റൽ തിയറിയിൽ കാർബണിൻ്റെ ദിസ് ലെസ് ദാൻ ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റിവിറ്റിൻ്റെ കേസിൽ. അപ്പോൾ കാർബൺ കുറച്ച് മുകളിലായിട്ടും ഓക്സിജൻ്റെ പെട്ടി കുറച്ച് താഴെയായിട്ടാണ് എല്ലാ കേസിലും വരക്കേണ്ടത്. ഇത് കണ്ട ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതൽ, ഇവിടെ ഹൈറ്റ് ജാസ്തി, ഇവിടെ ഹൈറ്റ് കുറവ്. അതൊക്കെ നിങ്ങൾ ലോജിക്ക് വെച്ച് മനസ്സിലാക്കുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാർബണിൻ്റെ അപ്പോൾ കാർബണിൻ്റെ 6 ആണ്. അപ്പോൾ 1s2 2s2 2p2 2 6 ആണല്ലോ. അതേപോലെ ഓക്സിജൻ 1s2 2s2 2p4 8 + 6 എത്രയാണ്? 14. കറക്റ്റ് 14 ആണ്. അപ്പോൾ നമ്മൾ ഈ കോൺഫിഗറേഷനാണല്ലോ, ഈ കോൺഫിഗറേഷനാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയില്ല ഇവിടെ അപ്പോൾ ചെറുതായിട്ട് പെട്ടികൾ മാറി. ഇവിടെ ഒരൊറ്റ പെട്ടിയിലുണ്ടായിരുന്ന സിഗ്മ 2pz മുകളിൽ കയറി ഈ 2 പെട്ടികൾ താഴെ വന്ന്. അപ്പോൾ പൈ 2px പൈ 2py ഈ മുകളിലാണ് സിഗ്മ 2pz ഉള്ളത്. ഇത് വലിയ പ്രശ്നമില്ല. പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py സിഗ്മ സ്റ്റാർ 2pz.
ഇനി ഞാൻ എഴുതി എന്താണ് ഇത് 1s, ഇത് ഓക്സിജൻ്റെ 1s, ഇത് കാർബണിൻ്റെ 1s, ഇത് കാർബണിൻ്റെ 2s, ഇത് ഓക്സിജൻ്റെ 2s. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1s2 1s2. അപ്പോൾ 2 ഇലക്ട്രോൺസ് അത് 2 ആൻറ്റി ഹയർ സ്റ്റേറ്റിൽ കയറി 2 ലോ സ്റ്റേറ്റിൽ ഇറങ്ങിപ്പോയി. അപ്പോൾ 2 ടോട്ടൽ 4. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം സോൾവ്. ഇനി 2s2, അതായത് 2s2. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. 2s2 2 ഇലക്ട്രോൺസ് ഇടാം. 2 ആൻറ്റി ബോണ്ടിങ് മോളിക്കുലറിൽ കയറിപ്പോയി, ഹൈയിൽ പോയി, 2 ബോണ്ടിങ് മോളിക്കുലറിൽ പോയി. ഫിനിഷ്. ഇതിൻ്റെ അവസ്ഥ ഓൾസോ സോൾവ്. ഇനി ഇവിടെ 2 ഇലക്ട്രോൺസിൽ ഇവിടെ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇത് 2p ഓഫ് കാർബൺ ആണ്, ഇത് 2p ഓഫ് ആരാണ്, 2p4 ഓഫ് ഓക്സിജൻ ആണ്. ഇത് 2p2, ഇത് 2p4. ഇനിയിപ്പോൾ നമ്മൾ വരക്കുന്ന സമയത്ത് ഇത് എന്താണ്, ഇവിടെ ഒരു ജോയിൻറ്റ് കാണിക്കുക, അതേപോലെ ഈ ഒരു ജോയിൻറ്റ് കാണിക്കുക. ഓക്കെ. ഇനിയിപ്പോൾ 2ഉം 4ഉം കൂടി എത്രയാണ് ടോട്ടൽ? 2 + 4 6 ഇലക്ട്രോൺസ് ടോട്ടലുണ്ട്. അപ്പോൾ ഇനി ഫില്ല് ചെയ്യിപ്പിച്ചോ. 1 2 3 4, ഇനി ഇത് ഫില്ല് ചെയ്യുക 5 6, ഫിനിഷ്. അതേപോലെ ഇവിടെയും കുറച്ച് കണക്ഷൻസ് എല്ലാം കൊടുക്കും. ഞാനിവിടെ കണക്ഷൻ ആക്ച്വലി കൊടുത്തിട്ടില്ല. കണക്ഷൻ ഓക്കെ. ദിസ് ഈസ് ദ എന്താണ് മറ്റേ മോളിക്കുലർ ഓർബിറ്റൽ ഓഫ് മറ്റെന്തിനും പറയുന്നത് കാർബൺ മോണോക്സൈഡ്. ഓക്കെ. CO-ൻ്റെ എനർജി ലെവൽ ഡയഗ്രം ഇങ്ങനെ വരയ്ക്കുക. 6 ഇലക്ട്രോൺസ് ഉണ്ട് ടോട്ടൽ. അത് വെറുതെ ഇങ്ങനെ ഫില്ല് ചെയ്യിപ്പിച്ച് പോയാൽ മതി. ഇതൊന്നും അത്ര വലിയ പ്രശ്നമില്ല ചോദ്യങ്ങളല്ല ആക്ച്വലി എൻ്റെ കണക്കിൽ. 1 2 3 4 5 6, ഫിനിഷ്. നമ്മുടെ പ്രശ്നം തീർന്നു. ഇവിടെ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടി വന്നില്ല. 6 ആവുമ്പോൾ തന്നെ നമ്മുടെ കഥ കഴിഞ്ഞ്. അപ്പോൾ ഇത്രയല്ലോ. ഇതാണ് CO-ൻ്റെ. ബാക്കി 3 ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം.